നമ്മുടെ തെർമൽ ലാബിലെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന എക്സ്പെരിമെൻറ്റിനകത്ത് നമ്മൾ 2 സെറ്റ് പഠിക്കുന്നുണ്ട്. ഒന്ന് പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. അതിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഈ കാണിക്കുന്നത്. 1500 ലെങ്ത്, പിന്നെ ഡയമീറ്റർ, ഡിഫറെൻറ്റ് ഡയമീറ്റർ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കാൽക്കുലേഷൻ പാർട്ടിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ സെറ്റപ്പ്. പാരലൽ ഫ്ലോയും കൗണ്ടർ ഫ്ലോയും എല്ലാം ഇതിനകത്ത് തന്നെയാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ പഠിക്കാം. ഒന്നുമില്ല, കുറച്ച് വാൽവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഏറ്റവും ആയി നമുക്കിത് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ. ഇവിടെ ടെമ്പറേച്ചർ കാണും. ഇപ്പം റൂം ടെമ്പറേച്ചറാണ് 30 ഡിഗ്രി. നമുക്ക് ഇവിടെ സെലക്ടർ നോബുണ്ട്. 1, 2, 3, 4 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? T1 എന്നുള്ളത് ഹോട്ട് വാട്ടർ ഇൻലെറ്റ്, T2 എന്നുള്ളത് ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റ്, 3 അതായത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. 1 എന്നുള്ളത് ഹോട്ട് വാട്ടർ ഇൻലെറ്റ്, 2 എന്നുള്ളത് ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ, മൂന്നാമത്തെ അതായത് ഈ 3 നിങ്ങൾ തിരിച്ച് 3ലേക്ക് ഇടുമ്പോൾ ഈ കിട്ടുന്നത് കോൾഡ് വാട്ടർ ഇൻലെറ്റ്, ഇനി തിരിച്ച് 4ലേക്ക് ഇടുമ്പോൾ കിട്ടുന്നത് കോൾഡ് വാട്ടർ ഔട്ട്ലെറ്റ്. ഇപ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറാണ്, കാരണം മെഷീൻ ഓണല്ല. ഇവിടെ സ്വിച്ച് ഓൺ ആക്കി ഹീറ്റർ ഓൺ ആക്കണം. നമുക്ക് ഇഷ്ടമുള്ള അത്രയും സമയം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ടെമ്പറേച്ചറുകൾ എഴുതിയെടുത്താൽ മതി. പിന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് 2 എക്സ്പെരിമെൻ്റാണ് ഈ ഒറ്റ ഇതിലുള്ളത്. ഒന്ന് പാരലൽ ഫ്ലോയും കൗണ്ടർ ഫ്ലോയും. അപ്പോൾ നിങ്ങൾ ആദ്യമേ നോക്കുക, ബാക്ക് സൈഡിൽ കൂടെ ഒരു പൈപ്പുണ്ട്. അത് ഇതുവഴി കയറി രണ്ട് ഇവിടെ എത്തുന്നു. കോൾഡ് വാട്ടറാണ്. എന്നിട്ട് ഈ ഒരു ജംഗ്ഷൻ, പിന്നെ ഇത് ഒരു സെക്ഷൻ കയറി എവിടേക്ക് വരുന്നു? നമ്മുടെ ഹീറ്ററിലേക്ക് വരുന്നു. അതായത് വെളിയിൽ നിന്നും ഒരു പൈപ്പ് കയറി ഇവിടെ എത്തുന്നു. ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ നോക്കി ഇവിടെ എത്തി. ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ആ ഒരു ക്രോസ് ജംഗ്ഷൻ. അവിടെ ഇവിടെ ഇൻലെറ്റാണ്. ഒരു ഭാഗം നേരെ ഈ പൈപ്പിലൂടെ കയറി ഹീറ്ററിൻ്റെ അകത്തേക്ക് പോകുന്നു. ശേഷം നല്ല ചൂടായിട്ടുള്ള തിളച്ച വെള്ളം എന്ന് പറയാൻ ഒക്കില്ല, ചിലപ്പോൾ തിളച്ചെന്നും വരാം, ചൂടുവെള്ളം ഈ പൈപ്പിൽ താഴത്തെ പൈപ്പ് ലൈനിലൂടെ കയറി ഇങ്ങനെ വെളിയിലേക്ക് വരും. അപ്പം ഈ വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊക്കും. ഇത് ഓപ്പണും ക്ലോസും ചെയ്ത് നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാനൊക്കും. അപ്പം ഒന്നുകൂടെ നോക്കി, ബാക്കിലോട്ട് വരുമ്പോൾ ഈ തുണി ചുറ്റിയിരിക്കുന്ന ഭാഗമാണ് ഹോട്ട് പൈപ്പ് ലൈൻ. ഹോട്ട് വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന പൈപ്പ് ലൈൻ അതാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇവിടുന്ന് തുടങ്ങി വെള്ളം എപ്പോഴും ഇങ്ങോട്ടേ സഞ്ചരിക്കും. ഹോട്ട് വാട്ടറിൻ്റെ കേസിൽ ഡയറക്ഷന് മാറ്റമില്ല, ഇങ്ങോട്ടേ സഞ്ചരിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് തന്നെ പാരലലും കൗണ്ടർ ഫ്ലോയും ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കി, നമ്മൾ പറഞ്ഞായിരുന്നു വാട്ടർ ഇവിടെ വരുന്നു, ഒരു ഭാഗം ഹീറ്ററിലേക്ക് പോകുന്നു, അടുത്ത ഭാഗം ഈ സൈഡിലോട്ടോ പോകും. അത് നമ്മൾ വാൽവ് സെറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതിൻ്റെ എല്ലാ സൈഡിലും 2 വാൽവ് വെച്ചുണ്ട്. ലെഫ്റ്റ് എൻഡിലും 2 വാൽവുണ്ട്, റൈറ്റ് എൻഡിലും 2 വാൽവുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മുടെ ഈ എക്യുപ്മെൻറ്റ് പാരലൽ ഫ്ലോ കൗണ്ടർ ഫ്ലോ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ പാരലൽ ഫ്ലോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൗണ്ടർ ഫ്ലോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യാം. ലെഫ്റ്റ് എൻഡിൽ 2 വാൽവ്, റൈറ്റ് എൻഡിൽ 2 വാൽവ്. ഇനി എനിക്ക് വേണ്ടത് ഇപ്പോൾ പാരലൽ ഫ്ലോ ആണെന്ന് വിചാരിക്കുക. പാരലൽ ഫ്ലോ മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഹോട്ട് വാട്ടർ ഒഴുകുന്നത്, അല്ലേ? അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് ഒഴുകുക. പാരലൽ ഫ്ലോയുടെ കേസിൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഒരേ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരേ സൈഡിൽ എക്സിറ്റ് ചെയ്യും. ഒരേ സൈഡിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരേ സൈഡിൽ എക്സിറ്റ് ചെയ്യും. അതാണ് പാരലൽ ഫ്ലോ. അപ്പം ഹോട്ട് വാട്ടറിന് പാരലായിട്ടായിരിക്കും കോൾഡ് വാട്ടർ ഒഴുകുന്നത്. അപ്പം ഒരു കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ വെള്ളം വരുന്നുണ്ട്, ഇവിടെ വരെ വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ നോക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒഴുകി പോകേണ്ട? വെള്ളം ഇതുവഴി കയറി ഇതുവഴി ഇറങ്ങി അങ്ങോട്ട് പോയി പോകണം. ഈ കോൾഡ് വാട്ടറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് കോൾഡ് വാട്ടർ ഇവിടെ നിന്ന് വന്ന് ഇതുവഴി ഈ പൈപ്പിൽ കൂടെ കയറി താഴോട്ട് വന്ന് ഇങ്ങനെ ഒഴുകി പോകണം. അതാണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉദ്ദേശിക്കുന്നത്. ആ സെറ്റപ്പ് അങ്ങനെ വേണം. അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഒന്ന് ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ, ഇങ്ങനെ വരുന്ന വാൽവിന് ഈ വാൽവ് ഫുൾ ഓപ്പൺ ആയിരിക്കണം. ഈ വാൽവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വെള്ളം ഇവിടെ എത്തി. പക്ഷേ അപ്പോൾ ഈ വാൽവ് ക്ലോസ് ആയാലേ വെള്ളം താഴോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഈ വാൽവ് ക്ലോസും ഈ വാൽവ് ഓപ്പണും. അപ്പോൾ വെള്ളം ഇവിടെ എത്തി,
ഇങ്ങനെ വന്നു. ഇനി ഇത് ഏത് വാൽവാണ്? ഇത് ഹോട്ട് വാട്ടറിനെ മാത്രമുള്ള വാൽവ്. ഇതിന് ബന്ധമില്ല. ഇത് ഹോട്ട് വാട്ടർ വെളിയിൽ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഹോട്ട് വാട്ടറിൻ്റെ ഡിസ്ചാർജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള. ഇനി ഈ കോൾഡ് വാട്ടർ എങ്ങനെയാണ് പോകുന്നത്? ഇതുവഴി കയറി വെളിയിലോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ വാൽവ് ക്ലോസ് ആയിരിക്കണം. ഇതൊന്നും മനസ്സിലാക്കാൻ വെച്ചാൽ പാടാണ്. എന്നാലും 2-3 തവണ കാണുമ്പോൾ മനസ്സിലാവും. നോക്കി, ഇപ്പം നമ്മൾ നോക്കി, ഈ സെൻറ്ററിലാണ് വെള്ളം വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് പാരലൽ ഫ്ലോ മീൻസ് വെള്ളം ഇതുവഴി ഇറങ്ങി, തണുത്ത വെള്ളത്തിൻ്റെ കാര്യം പറയുന്നത് ഇങ്ങനെ ഒഴുകി പോകണം. ഹോട്ട് വാട്ടർ എപ്പോഴും ഈ ഡയറക്ഷനിലായിരിക്കും. നമ്മളാണ് കോൾഡ് വാട്ടറിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്ത് പാരലൽ സെറ്റപ്പും അല്ലെങ്കിൽ കൗണ്ടർ ഫ്ലോ സെറ്റപ്പും ചെയ്യുന്നത്. അപ്പം വെള്ളം തണുത്ത വെള്ളം ഇതുവഴിയും വരും, ഇങ്ങോട്ടും പോവും. കോമൺ സെൻസ് അല്ലേ, ജംഗ്ഷനാണ്, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. അപ്പോൾ ആ പാരലൽ ഫ്ലോയ്ക്ക് ആ വാൽവ് ക്ലോസ് ആയിരിക്കണം, ഈ വാൽവ് ഓപ്പൺ ആയിരിക്കണം. അപ്പം സ്വാഭാവികമായിട്ടും വെള്ളം ഇവിടെ എത്തി. അങ്ങോട്ട് വെള്ളം ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി തണുത്ത വെള്ളം അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ആ വാൽവ് ക്ലോസ് ആക്കുക. അപ്പോൾ എന്ത് സംഭവം? ഈ വാൽവ് ക്ലോസ് ആണ്, ഈ വാൽവ് ഓപ്പൺ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം താഴോട്ട് പോകും. അപ്പോൾ വെള്ളം പിന്നെ വേറെ ഓപ്ഷനില്ല, പാരലലായിട്ട് ഇതുവഴി എക്സിറ്റ് ആവും അല്ലേ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്, വെള്ളം സെൻറ്ററിൽ വന്നു, സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഈ വാൽവ് ക്ലോസ് ആക്കി. അപ്പോൾ എന്തോ പിന്നെ ഒറ്റ ഓപ്ഷനുള്ള ഇങ്ങോട്ട് വരിക. ഈ വാൽവ് ഓപ്പൺ ആക്കി, ഓപ്പൺ വെള്ളം ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ കാണുന്ന വാൽവ് ഓപ്പൺ ആണെങ്കിൽ വെള്ളം വെളിയിറങ്ങിപ്പോവും, ആ പൈപ്പിലൂടെ വെളിയിറങ്ങിപ്പോവും. നമുക്കത് വേണ്ട, നമുക്ക് പാരലാണ് വേണ്ട. അപ്പം ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? വേറെ ഓപ്ഷനിൽ ഇതുവഴി ഇറങ്ങി വെള്ളം ഇതുവഴി പോകും. ശേഷം ഈ ഒരു ജംഗ്ഷൻ കണ്ടോ, ഇവിടുന്ന് വെള്ളം, തണുത്ത വെള്ളം മേപ്പോട്ട് പോകും. ഓൾറെഡി ഈ വാൽവ് ക്ലോസ് ആണ് അല്ലേ? പിന്നെ ഓരോ ഓപ്ഷനേ ഉള്ളൂ, ഇതുവഴി ഇറങ്ങിപ്പോവുക, ഈ എക്സിറ്റിലൂടെ ഇറങ്ങിപ്പോവുക. ഇതാണ് പാരലലിൻ്റെ സെറ്റപ്പ്. അപ്പോൾ വാൽവ് എങ്ങനെ ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്ത് വെക്കണമെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കറക്റ്റ് സെൻറ്ററിൽ തണുത്ത വെള്ളം വന്നു, സെൻറ്ററിൽ വന്നു, ലെഫ്റ്റിലേക്ക് പോയപ്പോൾ ഈ വാൽവ് ക്ലോസ് ആക്കുക. പാരലൽ ഫ്ലോയുടെ കാര്യമാണ് പറയുന്നത്. പാരലൽ ഫ്ലോ, ഈ വാൽവ് ക്ലോസ് ആക്കുക, ഈ വാൽവ് ഓപ്പൺ ആക്കുക. അപ്പം ശേഷം ഈ വാൽവ് ക്ലോസ് ആക്കുക. അപ്പോൾ വെള്ളം നേരെ താഴോട്ട് വരുന്നു, ഹോട്ട് വാട്ടറിൻ്റെ സെയിം ഡയറക്ഷനിൽ പാരലായിട്ട് പോകുന്നു. ശേഷം ഇവിടെ ബ്ലോക്കാണ്, ഈ വാൽവ് വേറെയാണ്, ഈ കറുത്ത വാൽവ് വേറെയാണ്, ഇതോടെ യാതൊരു ബന്ധവുമില്ല, ഹോട്ട് വാട്ടറിന് വേണ്ടി മാത്രമാണ്. കോൾഡ് വാട്ടർ മേപ്പോട്ട് കയറുന്നു. ഓൾറെഡി ഈ വാൽവ് ക്ലോസ് ആണ്, അപ്പോൾ വെള്ളം ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഈ വാൽവ് ഓപ്പൺ ആക്കി വെള്ളം വെളിയിലേക്ക് വിടുന്നു. ഇതാണ് പാരലൽ ഫ്ലോയുടെ ഒരു സെറ്റപ്പ്. ഇനി കൗണ്ടർ ഫ്ലോ എങ്ങനെ ആയിരിക്കും നിങ്ങളിതിനെ ആലോചിച്ച്. നേരെ ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. നമുക്ക് കൗണ്ടർ ഫ്ലോ എന്ന് പറയുമ്പം വെള്ളത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഹോട്ട് വാട്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അല്ലേ? വെള്ളം സ്റ്റാർട്ട് ആവുന്നു, ഹോട്ട് വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എക്സിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ആ കറുത്ത വാലിനകത്ത് കയറി ഇറങ്ങി പോകുന്നു. അപ്പോൾ നമുക്കിനി കൗണ്ടർ വേണമെങ്കിൽ വെള്ളം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി പോകണം, ഈ ഒരു പൈപ്പിനകത്തൂടെ വെളി വരണം, എൻ്റെ ഈ കാണുന്ന എക്സിറ്റിലൂടെ വരണം. മനസ്സിലായോ? അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ്? സെൻറ്ററിൽ കൂടെ വെള്ളം വന്നു, സെൻറ്ററിൽ 2 സൈഡിലുണ്ട്, ഈ വാൽവ് ക്ലോസ് ചെയ്യുക, ഈ കാണുന്ന വാൽവ് ക്ലോസ് ചെയ്യുക, അവിടെ ഈ വാൽവ് ഓപ്പൺ ചെയ്യുക. കൗണ്ടർ ഫ്ലോയുടെ കാര്യമാണ് പറഞ്ഞത്. ഈ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം ഇവിടെ എത്തി, ഇത് ക്ലോസ് ചെയ്യുമ്പോൾ വെള്ളം താഴോട്ട് പോകും. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, വെള്ളം ഓപ്പോസിറ്റ്, അതായത് ഹോട്ട് വാട്ടറിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മേപ്പോട്ട് വരുന്നു. നമ്മൾ ആദ്യമേ തന്നെ ഈ വാൽവ് ക്ലോസ് ആക്കി ആയിരുന്നു, അതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് പോകില്ല. പിന്നെയുള്ള ഓപ്ഷൻ ഇങ്ങോട്ട് പോവുക. അപ്പോൾ ഈ വാൽവ് ഓപ്പൺ ആക്കി കൊടുക്കുക. അപ്പം ഇതുവഴി എക്സിറ്റ് ചെയ്യുന്നു. മനസ്സിലായെങ്കിൽ വീണ്ടും കാണുക, ഒരു 2-3 തവണ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് സെറ്റപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എക്സ്പെരിമെൻ്റ് എങ്ങനെ ചെയ്യണം, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 ടെമ്പറേച്ചർ വേണം. ഏതൊക്കെയാണ്? ഹോട്ട് വാട്ടർ ഇൻലെറ്റ്, ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റ്, കോൾഡ് വാട്ടർ ഇന്ന്, കോൾഡ് വാട്ടർ ഔട്ട്. ഇത് രണ്ടും അല്ലാതെ ഹോട്ട് വാട്ടറിൻ്റെ മാസ് ഫ്ലോ റേറ്റ്, അതുപോലെ കോൾഡ് വാട്ടറിൻ്റെ മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരും. അപ്പോൾ ഈ വാൽവ് ഇപ്പോൾ ഓപ്പണാണ്, ഇതാണ് ഹോട്ട് വാട്ടറിൻ്റെ ലൈൻ. ഈ പിടിച്ചിരിക്കുകയാണ് ഹോട്ട് വാട്ടറിൻ്റെ ഈ വരുന്നതാണ് ഹോട്ട് വാട്ടർ ലൈൻ. ഇതാണ് മെഷറിങ് ജാർ. ഇത് എനിക്ക് തോന്നുന്നത് 500 ml മെഷറിങ് അല്ല, ഇത് 1 ലിറ്ററാണ്. ഇത് 1 ലിറ്റർ 1000 ml ആണല്ലേ. ഇത് 1000 ml ആണ്. ഇത് 1000 ml ആണ്. അപ്പം 1 ലിറ്ററാണ്, 1 ലിറ്ററിൻ്റെ മെഷറിങ് ജാറാണ്. ഇനി ഇവിടെ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്. റേറ്റ് എന്ന് പറഞ്ഞാൽ ടൈം, എത്ര ടൈമിനകത്ത് എത്ര മാസ്. അപ്പം
ഈ ഒരു വാൽവ് ഓപ്പൺ ചെയ്ത് വെക്കുക. അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര ഓപ്പൺ. ഫുൾ ഓപ്പൺ ആക്കി വെക്കാൻ ഏറ്റവും നല്ലത്. ഒരു ഹാഫ് ഓപ്പൺ ആക്കി വെക്കുക. ഹാഫ് ഓപ്പൺ ആക്കി ഇവിടെ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യുക. പറഞ്ഞ ചെറിയ മാറ്റം പറയാനുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. ആദ്യം ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പം ഇതിനകത്ത് തന്നെ വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിന്ന് ഹീറ്റർ ഓണാക്കി കുറേ ടൈം അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടാൻ തുടങ്ങും. അപ്പോൾ ഏത് ടെമ്പറേച്ചറാണ് നോക്കേണ്ടത്? ഹോട്ട് വാട്ടർ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഫസ്റ്റ്. അതാണോ വേണ്ടത്? അതല്ല, നമുക്ക് വേണ്ടത് ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചറാണ്. ഇപ്പോൾ രണ്ടേ വെക്കുക. അപ്പോൾ ഭയങ്കര ടെമ്പറേച്ചറിൽ ഉള്ള എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് പാരലൽ ഫ്ലോ ആണോ കൗണ്ടർ ഫ്ലോ ആണോ എന്ന് തീരുമാനിച്ച് വാൽവ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നോബ് ഒന്നിലിട്ടതിന് ശേഷം, ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഹോട്ട് വാട്ടർ ഇൻലെറ്റ് ടെമ്പറേച്ചർ. അതായത് ഹോട്ട് വാട്ടർ, ഇതാണല്ലോ ഈ തുണി ഓർത്തണം. ഹോട്ട് വാട്ടറിലെ ഈ തെർമോകപ്പിളിലെ ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് 1 കാണുന്നത്. ഇവിടുന്ന് 1 അത് ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഈ വാൽവ്, ഹോട്ട് വാട്ടർ ലൈൻ്റെ വാൽവ് ക്ലോസ് ആയിരിക്കണം, ഫുള്ള് ക്ലോസ് ആയിരിക്കണം. കുറേ സമയം വെയിറ്റ് ചെയ്യുക. ടെമ്പറേച്ചർ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ നമുക്ക് വേണം, ഇപ്പോൾ 60 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആകുമ്പോൾ, അതായത് ഈ ഒന്ന് 60 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം 60, 45, 50 എത്രയാണ് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ 60 എടുക്കാം. ഒന്നിലെ ടെമ്പറേച്ചർ 60 ആകുമ്പോൾ നമ്മൾ ഈ കറുത്ത വാൽവ് അങ്ങോട്ട് ഓണാക്കി കൊടുക്കും. ഈ ഓണാക്കുന്നത് പാരലൽ ഫ്ലോ ആണോ കൗണ്ടർ ഫ്ലോ ആണോ ഇതിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഹോട്ട് വാട്ടർ ഒറ്റ ഡയറക്ഷനിൽ ഒഴുകും. നോക്കി, അപ്പോൾ ഈ ഒരു ലൈൻ കണ്ടോ, ഒരു ഹോട്ട് വാട്ടറിലാണ് ഈ പോകുന്നത്. ശരിക്കും ഇപ്പം ഹീറ്റർ ഓണാക്കിയിട്ടില്ല. ഈ ഒഴുകുന്നതാണ് ഹോട്ട് വാട്ടർ ലൈൻ. എവിടുന്ന്? കറുത്ത നിറമുള്ള വാൽവിൽ നിന്നും വരുന്നതാണ് ഹോട്ട് വാട്ടർ ലൈൻ. അപ്പം നമുക്കിതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഇതുപോലൊരു മെഷറിംഗ് ജാർ എടുക്കുക. ആ മെഷറിംഗ് ജാറിലേക്ക് ഇങ്ങനെ വെള്ളം നിറയ്ക്കുക. അപ്പോൾ ചെയ്യേണ്ടത്, ഒരു സ്റ്റോപ്പ് വാച്ച് എടുത്ത് ഇത് 1000 ml അല്ലെ 1 ലിറ്റർ നിറയാൻ എത്ര സമയം വേണമെന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ക്യാമറ പിടിച്ചിരിക്കേണ്ട പറയാനുള്ള ബുദ്ധിമുട്ട് ഒന്നുകൂടെ പറയാം. ഒരു മെഷറിംഗ് ജാർ എടുക്കുക, ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക. ഒരു മെഷറിംഗ് ജാർ, ഒരു സ്റ്റോപ്പ് വാച്ച്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നതിനെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുക. 1000 ml അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം നിറയാൻ എത്ര സമയം വേണം എന്നുള്ളത് നോട്ട് ചെയ്യുക. ഇതേതിൻ്റെ കേസാണ്? ഇത് ഹോട്ട് വാട്ടറിൻ്റെ കേസിലായി പറയുന്നത്. സെയിം അപ്പുറത്തും കോൾഡ് വാട്ടറിൻ്റെ ഇതുപോലെ തന്നെ എടുക്കണം. നമുക്ക് ടാബ്ലർ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം H ഇൻ H ഔട്ട്, കോൾഡ് ഇൻ കോൾഡ് ഔട്ട്, പിന്നെ 2 മാസ് ഫ്ലോ റേറ്റ്. അപ്പം ഹോട്ട് വാട്ടറിൻ്റെ മാസ് ഫ്ലോ റേറ്റും കോൾഡ് വാട്ടറിൻ്റെ മാസ് ഫ്ലോ റേറ്റ് എടുക്കണം. ഇനി കോൾഡ് വാട്ടർ മാസ് ഫ്ലോ റേറ്റ് എങ്ങനെ എടുക്കും? അത് ഡിപ്പെൻഡാണ് പാരലലാണോ കൗണ്ടറാണോ എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ കൗണ്ടർ ഫ്ലോ ആണെങ്കിൽ ഓർത്തോ, കൗണ്ടർ ഫ്ലോ ആണെങ്കിൽ ഇതൊന്ന് ഓർത്ത് വെക്കുക. കൗണ്ടർ ഫ്ലോയുടെ മാസ് ഫ്ലോ റേറ്റ് വരുന്നത് ഏതുവഴിയായിരിക്കും? ഇത് മാത്രം ഓർത്ത് വെക്കുക. കൗണ്ടർ ഫ്ലോ ഈ ഹീറ്റർ ഉണ്ടല്ലോ, അതിന് ചേർന്ന വാൽവിൻ്റെ ഇതുവഴിയായിരിക്കും, ഈ ലൈനിൽ കൂടെ ആയിരിക്കും കൗണ്ടർ ഫ്ലോയ്ക്ക് നമ്മൾ മാസ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യേണ്ടത്. ഒന്നുമില്ല, ഇതുവഴി വരുന്ന വെള്ളത്തിൻ്റെ അളവ് ഈ ജാർ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ, എനിക്ക് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എല്ലാ റീഡിങ്ങും വേണം. അപ്പോൾ ഞാനെന്തോ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ഞാൻ വാൽവ് സെറ്റപ്പ് ചെയ്യുന്നു. വാൽവ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പാരലൽ ഫ്ലോ ആയതുകൊണ്ട് തന്നെ നോക്കി, എനിക്ക് അങ്ങോട്ട് വെള്ളം പോകണ്ട. ഇങ്ങനെയാണ്, കാരണം ഹോട്ട് വാട്ടർ ഇങ്ങനെ ഒഴുകുന്നത്. അപ്പം എൻ്റെ കോൾഡ് വാട്ടറും ഇതുപോലെ തന്നെ ഒഴുകണം. അപ്പോൾ ഈ വാൽവ് ആദ്യം ഞാൻ ഓഫ് ചെയ്തു. ഈ വാൽവ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു. ശേഷം ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. ഇനിയിപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് ആലോചിക്കണം. വെള്ളം ഇങ്ങോട്ട് വന്നു, ഈ വാൽവ് ക്ലോസ് ആണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തോ സംഭവിക്കുക? വെള്ളം ഇവിടെ എത്തി, പക്ഷേ വെള്ളം ഇതുവഴി ചാടി ഇറങ്ങിപ്പോവും. അപ്പോൾ അതിനുവേണ്ടി ഇത് ക്ലോസ് ചെയ്യുക. ഏതാണ്? പാരലൽ ഫ്ലോ ആണ് ഈ പറഞ്ഞത്. പിന്നെ വെള്ളത്തിന് പോകാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇതിവിടെ വരുന്നു, അങ്ങോട്ട് പോകാൻ ഒക്കില്ല. ഹോട്ട് വാട്ടറിന് പാരലായിട്ട് ഈ കോൾഡ് വാട്ടർ ഇവിടെ വരുന്നു, പക്ഷേ ഇങ്ങോട്ടും പോകാനൊക്കെ ഈ നട്ടിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓപ്ഷൻ ഒന്നുമില്ല, ഇതുവഴി വരുന്നു. ഇവിടെ ഓൾറെഡി ക്ലോസ് ആണ്, ആദ്യമേ ക്ലോസ് ആയതുകൊണ്ട് തന്നെ
വെള്ളം ഇതുവഴി ഇറങ്ങി വെളിയിൽ പോയി. അപ്പോൾ അതിൻ്റെ കോൾഡ് വാട്ടർ ഔട്ട്ലെറ്റ് ഏതാണ്? കോൾഡ് വാട്ടർ ഔട്ട് എന്ന് പറയുന്നത് ഈ ലൈറ്റിനാണ്. കോൾഡ് വാട്ടർ ഔട്ട് എന്ന് പറയുന്നത് ഇതാണ് കോൾഡ് വാട്ടർ ഔട്ട്ലെറ്റ്. ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുന്നു, ഇങ്ങനെ വെള്ളം അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എത്ര സമയം എത്ര സമയം വേണമെന്ന് നോട്ട് ചെയ്യുന്നു. ഒന്നും ചെയ്യാം. എൻ്റെ ഈ കോൾഡ് വാട്ടർ ലൈൻ കണ്ടോ, കോൾഡ് വാട്ടർ ലൈൻ അതിൽ കൂടെ വെള്ളം ഒഴുകുന്നു. എനിക്ക് ഇതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് വേണം. അപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നത്, ഒരു സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് സ്റ്റോപ്പ് വാച്ച് എടുക്കുന്നു, സ്റ്റോപ്പ് വാട്ടർ ഓൺ ചെയ്ത് എത്ര സമയം ഈ കോൾഡ് വാട്ടർ ഈ ജാറിനകത്ത് വേണം, 1000 ml എന്നറിയാൻ അല്ലെങ്കിൽ 1 ലിറ്റർ എന്നറിയാൻ എത്ര സമയം വേണമെന്നുള്ളത് നോട്ട് ചെയ്യും. അത് ഏതാണോ യൂണിറ്റ് അതിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് ഇവിടെ വേണ്ടത്? ടെമ്പറേച്ചർ 4 പിന്നെ ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റിൻ്റെ മാസ് ഫ്ലോ റേറ്റ്, കോൾഡ് വാട്ടർ മാസ് ഫ്ലോ റേറ്റ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കൗണ്ടർ ഫ്ലോ എന്ന് വിചാരിക്കുക. കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് വെള്ളം ഓപ്പോസിറ്റ് വേണം. അപ്പോൾ ഞാൻ ആദ്യം ഈ വാൽവ് അങ്ങ് ക്ലോസ് ചെയ്യും. ഈ വാൽവ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, വെള്ളം ഇവിടെ എത്തി. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇത് ഓപ്പൺ ആയിരിക്കണം. ഇത് ഓപ്പൺ ആക്കി അപ്പോൾ വെള്ളം ഇങ്ങോട്ട് പോകും. വേണോ? ഇത് പാരലലാണ്, ഇത് വേണ്ട. ഇതങ്ങ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ വേറെ ഓപ്ഷനില്ല, വെള്ളം ഇങ്ങോട്ട് വരുന്നു, ഇതുവഴി ഇറങ്ങി. അതായത് ഹോട്ട് വാട്ടറിന് നേരെ ഓപ്പോസിറ്റ് കൗണ്ടറായിട്ട് പോകുന്നു, ഇവിടെ വരുന്നു. ഇത് ഓൾറെഡി ക്ലോസ് ആണ്, ഇത് ഓപ്പൺ ചെയ്യുന്നു. നോക്കി കണ്ടോ, അതായത് കൗണ്ടർ ഫ്ലോയുടെ കോൾഡ് വാട്ടർ ഔട്ട്ലെറ്റിൽ വെള്ളം വരുന്നു. കണ്ടോ, ഇതാണ് കോൾഡ് വാട്ടർ ഔട്ട്ലെറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ശരിക്കും ഫ്രണ്ട് വന്ന് ചെയ്ത് തരണ്ട, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇവിടെ ഒന്നുമില്ല, 4 ടെമ്പറേച്ചർ, 2 മാസ് ഫ്ലോ റേറ്റ്, 1000 ലിറ്റർ എന്നറിയാൻ ഇതാണ് മെഷറിംഗ് ജാർ.